ഗൈസ്, താങ്ക് യു. സൂപ്പർ. തിരക്കില്ല, എന്താ തിരക്ക്? ആഹാ, എണ്ണ കുറച്ച് ഹെൽത്തിക്കോട്ടാ. ഹായ് ഗൈസ്. ഹലോ ഗൈസ്, ഷാഹിദ് എങ്ങോട്ട് പോണേ? ഊട്ടിക്ക് എന്തിനാ പോണേ? ഊട്ടി ഡിസംബറാണ്, സീസണാണ്. അപ്പോൾ നമ്മൾ ഊട്ടി പോകാൻ നിൽക്കണം. ഇപ്പം ഇത് ബ്ലോഗൊന്നുമല്ല, പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒഫീഷ്യൽ ചാനലിലാണ് ഈ വീഡിയോ വരിക. അപ്പോൾ പറ്റിയ ആൾക്കാർ മാത്രം കണ്ടാൽ മതി, സീനൊന്നുമില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നമ്മളെ ചെറിയ സക്സസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷന് വേണ്ടി പോവാണ്. സോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പം നമ്മൾ എല്ലാവരും പാടതാ. ആരൊക്കെ ഉണ്ട്? അനിത് സാറുണ്ട്, ജിനാൻ സാറുണ്ട്, ഷാഹിദ് സാറുണ്ട്, പിന്നെ ഞാനുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഊട്ടിക്ക് പോവാണ്. ഊട്ടിക്ക് എന്തിനാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഞാൻ മുന്നേ പറഞ്ഞാൽ തന്നെ സീസണൊക്കെയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒഫീഷ്യൽ ചാനലിലായിരിക്കും മിക്കവാറും വരിക. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം കാണുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അടുത്ത് മാത്സിഡോ എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ ചെറിയൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറെ വർഷമായിട്ടുള്ള ഡ്രീമായിരുന്നു ഇത് തുടങ്ങണം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴാണ് നടന്നത്. ഞാൻ 17 വയസ്സിലാണ് ക്ലാസ് എടുക്കാൻ കയറാൻ നിൽക്കുന്നത്. അഥവാ ആദ്യത്തെ ക്ലാസ് ഒക്കെ എടുക്കണമെന്ന് 17 വയസ്സിലാണ്, +2 കഴിഞ്ഞ സമയത്ത്. അപ്പോ ആ സമയത്ത് തന്നെ ഉള്ള ആഗ്രഹമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓൺലൈനിലൊക്കെ ചെയ്യണം. ഓൺലൈനിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തതിന് തെളിവ് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അവിടെ കിടക്കും. ഇത് നമ്മൾ ക്ലാസ് എടുത്ത് കുട്ടികൾക്ക് ഓക്കെ ആണെങ്കിലും ഓക്കെ അല്ലാന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു സാധനം ഓഫ്ലൈനിൽ നമ്മൾ ക്ലാസ് എടുത്ത് പോകാന്നല്ലാതെ ജസ്റ്റ് അറിയില്ലല്ലോ നമ്മൾ ഇത് ചെയ്തിരിക്കണം എന്നുള്ളത്. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് കുറെ കാലമായിട്ട് ഞാൻ നമ്മളെ ഫ്രണ്ട്സിനോട് കുറെ ആൾക്കാരോട് സംസാരിച്ചിരുന്നു ഇതിനെ പറ്റി. പക്ഷെ നമ്മൾ ഡിസ്കഷൻസ് നടന്നിക്കണ ഏകദേശം ഫൈനൽ ആവാനുള്ള അറ്റത്ത് വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ കുറെ അധികം പ്രശ്നങ്ങളും പിന്നെ ആ സമയത്ത് പഠനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് കുറെ തിരക്കിലൊക്കെ പെട്ടുകൊണ്ട് നടന്നില്ല. അൽഹംദുലില്ലാ ഇപ്പൊ നമ്മൾ ആ ലോഞ്ച് ചെയ്ത് ഐ തിങ്ക് ഒരു 2 മാസമായിട്ടുള്ളൂ. അതിലാണ് നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ഇടുന്നത്. സക്സസ് സെലിബ്രേഷൻ, ക്രിസ്മസ് എക്സാമിന്റെ സക്സസ് സെലിബ്രേഷൻ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ കമ്പനിയിലൊക്കെ അടിച്ച വീഡിയോ പുറത്തിടുക. കാരണം ഇത് വലിയ രീതിയിലുള്ള സക്സസ് ആണോന്ന് അറിയില്ല. പക്ഷെ ആലോചിച്ച് നോക്കുക, ഒരു 10,000-4,000-5,000 കുട്ടികൾ സ്ഥിരമായിട്ട് നമ്മളെ ക്ലാസ്സസ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഒരു 600-700 കുട്ടികളുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാത്സിഡോ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി വളർന്നു. അതില് നമ്മുടെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എടുത്തിക്കണത്. കാരണം എടുത്തിക്കണതല്ല, നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണ്, കഴിവുള്ള ആൾക്കാരാണ്. പോലോടൊക്കെ കോപ്പറേറ്റ് ചെയ്ത് നമ്മളെ ഒരു പരിപാടി തുടങ്ങുന്നപ്പോൾ എല്ലാവരും ഓക്കെയാണ്, നമ്മളുണ്ടാകും, എല്ലാത്തിനും ഒപ്പം ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ വെറും ഒരു മാത്സോ ഫിസിക്സിലോ ഒതുക്കാം എന്ന് കരുതിയ ഒരു സാധനത്തിനെ ടോട്ടലി മൊത്തം ഒരു പവർ പാക്ക് സാധനമാക്കി മാറ്റിയതിന് നമ്മളെ ഫാക്കൽറ്റീസിന് എല്ലാവർക്കും വലിയ റോളുണ്ട്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ആൾക്കാരൊക്കെ ഞാൻ ഇതിൽ എടുത്ത് പറയാം. അപ്പൊ ഏതായാലും നമ്മള് ഞാനും ഇപ്പൊ ഷാഹിദ് സാറാണെങ്കിലും അനിത് സാറാണെങ്കിലും സൈനു സാറാണെങ്കിലും എല്ലാവരും ഒരേപോലെ തന്നെ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ്. നമുക്കിത് തുടങ്ങി കുറച്ച് കുട്ടികളിലേക്ക് എത്തണം. നമ്മളൊക്കെ വെറുതെ നമ്മൾ ചായ അടിച്ചാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഐ തിങ്ക് ഒരു 2-3 മണിക്കൂറൊക്കെ വെറുതെ ഇരിക്കും, ഒറ്റ ആവശ്യമില്ലാതെ. ആ സമയത്തൊക്കെ ഉള്ള സംസാരങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളെ ആഗ്രഹങ്ങളും ഡ്രീംസ് ഒക്കെ പറയുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. നമ്മൾ എടുക്കുന്ന ക്ലാസ്സസ് കുറച്ച് കുട്ടികൾക്ക് ഉപകാരപ്പെട്ട് ഓല് അത് നല്ലതാണെന്ന് കമന്റ് അല്ലെങ്കിൽ നമ്മളോട് പേഴ്സണലായിട്ട് പറഞ്ഞ് ഇനിയും ക്ലാസ്സസ് എടുക്കണം എന്ന് പറഞ്ഞ്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധനം വരുന്ന സമയത്ത് ഈ ഒരു ആഗ്രഹം ഉണ്ട്. ഇനി എപ്പോഴും കുറെ ആൾക്കാർ ചെയ്യുന്ന കാണുമ്പോൾ ഞമ്മക്കും ഇതേപോലെ എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഞമ്മക്ക് അറിയുന്ന സാധനമല്ലേ ഇത്, നമുക്ക് ചിലപ്പോ ബലക്കാട്ടിൽ നന്നായിട്ട് എടുത്തു കൊടുക്കാൻ വയ്ക്കൂലേ എന്നുള്ളൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അന്നതൊക്കെ വെറും മാത്സിലോ ഫിസിക്സിലോ ഒതുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പേരാണ് അതിനിട്ടതും, മാത്സിഡോ മീൻസ് ദ മാത്സ് ഐ ഡു, ഞാൻ ചെയ്യുന്ന മാത്സ് നിങ്ങളിലേക്ക്. ആ ഒരു കൺസെപ്റ്റിലാണ് ഞാനത് തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ മാത്സ് മാത്രമല്ല, ഇപ്പൊ മാത്സിനേക്കാൾ കൂടുതൽ മാത്സിനോട് ഒരു കാലത്തും ഒത്തുപോകാത്തൊരു വിഷയമാണ് ഹിന്ദി. മാത്സ് പഠിക്കണ പല കുട്ടികൾക്കും ഹിന്ദി ഒരു പ്രശ്നമായിരിക്കാം. പക്ഷെ നമ്മളെ റസീന മിസ്സൊക്കെ തന്നൊരു സപ്പോർട്ട് ഉണ്ട്. ഒരു 10 വർഷമായിട്ട് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് റസീന മിസ്സൊക്കെ. മിസ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, പക്ഷെ അതിലെ ഞാൻ ക്ലാസ് എടുത്ത് തരാൻ എനിക്ക് ഈച്ച് ഒന്നും തരണ്ട, ഈച്ച് ആ ക്ലാസ് എടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇച്ചിച്ച് സെറ്റ് ചെയ്ത് തന്നാ മതി. പക്ഷെ ക്ലാസ്സിന്റെ വീഡിയോ എടുക്കാനൊന്നും വെച്ചറിയില്ല, ഇത് അതൊക്കെ സെറ്റ് ചെയ്ത് തന്നാൽ മതി, ഞാൻ എടുത്തന്നോടാണ് ക്ലാസ് എന്നുള്ള പറഞ്ഞ് നമ്മളെ ഇതൊക്കെ ഇറങ്ങി വന്ന ആളാ.
ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നമ്മളെ യൂട്യൂബ് ചാനലിൽ മാത്സിന്റെ വീഡിയോസിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും മിസ്സിനാണ്. അപ്പോ അതേപോലെ തന്നെ ഇപ്പോ ഇനി വരുന്നുണ്ട് ഷാഹിദ് സാറിന്റെ ക്ലാസ്സസ് വരുന്നുണ്ട്. ഇൻഷാല്ല റെക്കോർഡിങ്ങിലാണ്. അനിൽ സാറിന്റെ വക ഫിസിക്സിന്റെ, സൈനുവിന്റെ വക ഫിസിക്സ്, സൈനു സാറിന്റെ വക ഫിസിക്സിന്റെ ക്ലാസ് വന്നു. ഇനി അതേപോലെ തന്നെ നമ്മൾ കുറെ അധികം ഫാക്കൽറ്റീസ്, ഇപ്പൊ ആര്യ മിസ്സിന്റെ കെമിസ്ട്രി വന്നു. അങ്ങനെ എല്ലാവരും ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്തൊരു സാധനമാണ്. പക്ഷെ ഈ ലൈവിലോ അല്ലെങ്കിൽ ക്ലാസ്സിലോ വരാത്ത കുറെ അധികം ഫാക്കൽറ്റീസ് ഉണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അഥവാ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഫാക്കൽറ്റീസിന്റെ ഒരു വിങ് നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് ഞാനിതിന് ഹയർ ചെയ്തൊന്നുമല്ല, നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോ ഇപ്പൊ എല്ലാവരും നമ്മൾ പേരെടുത്ത് പറയണില്ല, കാരണം കുറെ ആൾക്കാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരാനും ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ. അപ്പോ ഞാനിത് ഐ തിങ്ക് ഒക്ടോബറിലാണ് ഞാൻ ഇതിന്റെ ഫസ്റ്റത്തെ ലോഗോ നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ത്രൂ പോസ്റ്റ് ചെയ്യണത്. ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് ഇതൊന്നും എന്താ പറയാ, 1-ാം ക്ലാസ് മുതൽ ഒപ്പം പഠിച്ച ആൾക്കാരൊക്കെ വന്ന് ഭയങ്കര രീതിയിൽ നമുക്ക് സപ്പോർട്ട് തരുന്ന പോലെ, അല്ലെങ്കിൽ ഒപ്പുണ്ട്, എന്തിനൊപ്പുണ്ട് എന്നുള്ള രീതിയിൽ അന്നൊക്കെ എനിക്കറിയില്ല. ഒരു ഒരു ഇഞ്ച് അത്ര റീച്ചുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്നുമില്ല. ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടത്തെ റീല് പോലും അല്ല, ഒരു പോസ്റ്റിന് 50K വ്യൂസാ വന്നിക്കണേ. അഥവാ അത്രയും ആൾക്കാർ സ്റ്റോറി ഷെയർ ചെയ്ത് സ്റ്റോറി ഇട്ട് അത്രയും ഭയങ്കര ഒരു ഹൈപ്പിച്ച് കിട്ടി. ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ ഞാനത് ആഗ്രഹത്തിന്റെ പുറത്ത് തുടങ്ങി. ഈ ഹൈപ്പിനനുസരിച്ച് ഞാൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓല് ഡിസപ്പോയിന്റഡ് ആവുമോ, വെറുതെ സപ്പോർട്ട് ചെയ്ത് വെറുതെ ആവുമോ എന്നുള്ളൊരു സാധനമൊക്കെ വന്ന് അങ്ങനെ ഈ ആഗ്രഹങ്ങൾ വെച്ച് നമ്മൾ കുറേ അധികം പെടക്കരൊക്കെ ഒരു ബൈസാറിന്റെ ഷവർമന്റെ കട ഉണ്ട്, അവിടെയൊക്കെ പോയിരുന്നാ പിന്നെ ഒരു 2-3 മണിക്കൂർ നമ്മൾ അങ്ങനെ ഇരിക്കും വർത്താനം വന്ന്. ഈ സമയത്തൊക്കെ നമ്മൾ ആഗ്രഹമാണ് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. എന്താ ചെയ്യാൻ പറ്റുക, നമ്മളെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ആകെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 3-3.5 വർഷമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ചത് വെച്ച് കുട്ടികളെ പരീക്ഷ എഴുതുന്നുണ്ട്. അവര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, മോശം അഭിപ്രായങ്ങളും പറയുന്നുണ്ടാവാം. അതിനനുസരിച്ച് നമ്മൾ മാറി കൊടുക്കുന്നുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയാണെന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്, പക്ഷെ പഠിപ്പിക്കാൻ അറിയാം. ചില കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പേഴ്സണലി പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റണതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം അതിന്റെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു 3.5 വർഷമായിട്ട്. അപ്പൊ അത് എന്തുകൊണ്ട് എല്ലാ കുട്ടികൾക്കും എത്തിച്ചുകൂടാ? ഒരു 100-200 വെറും ട്യൂഷൻ സെന്ററിലുള്ള 100-200-300 കുട്ടികൾ ഒതുക്കാതെ ഒരു ബൾക്കായിട്ടുള്ള ഒരു ടോട്ടൽ ഒരു കമ്മ്യൂണിറ്റി നമ്മളെ പുറത്തുണ്ട്. കേരളത്തിൽ മൊത്തമായിട്ട് ഒരു SLC പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം എടുത്തു നോക്കിയാൽ മതിയാവും. അപ്പൊ അത്രയും കുട്ടികളിലേക്ക് എന്തുകൊണ്ട് എത്തിക്കൂടാ? ഇപ്പൊ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, അതിൽ എന്തുകൊണ്ട് മാത്സിന്റെ വെറൈറ്റി എന്ന് വെച്ചാൽ എനിക്കറിയാനില്ല. പക്ഷെ വി ഹാവ് ദി ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഇൻ ടൗൺ. അങ്ങനെ ഒരു കാര്യം അറിയാം. ഏറ്റവും നല്ല ക്ലാസ്സേ കൊടുക്കണുള്ളൂ നമ്മളെ കൊണ്ട് പറ്റണതിന്റെ പരമാവധി. അപ്പോ ചിലപ്പോ ചില ആൾക്കാർക്ക് എല്ലാ വീഡിയോസും റെഫർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ കുറെ കുട്ടികൾ നമ്മളിലേക്ക് വരും. അങ്ങനെയൊക്കെ ഏതായാലും അടിപൊളിയായിട്ട് ഇൻഷാല്ല പോകണം. ഇപ്പൊ ചുരം കയറിക്കൊണ്ടിരിക്കണ ഇത് വരുന്നത്, ഷെയ്ക്കിങ് വരുന്നത്. ഏതായാലും നമ്മൾ നിന്ന സമയത്ത് ഒരു 100 കുട്ടികൾ നമ്മുടെ വീഡിയോസ് കണ്ടിരുന്നെങ്കിലും ഇന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് നിന്ന് ഇന്ന് 10-700ഓളം കുട്ടികളുള്ള കമ്മ്യൂണിറ്റിയും, അതേപോലെ തന്നെ 2000-ന് മുകളിൽ ഏകദേശം അടുത്തു ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഏകദേശം 2000 ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതിന് അടുത്ത സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4K 5K വ്യൂസ് അല്ലെങ്കിൽ 3K വ്യൂസ് ഓരോ വീഡിയോസിനും കുട്ടികൾ കാണുന്നുണ്ട്. കുട്ടികൾ കണ്ട് അതിന്റെ ഡൗട്ട്സ് നമ്മുടെ വാട്സാപ്പിൽ ചോദിച്ച് നമ്മളോട് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഒരു മാത്സിന്റെ എക്സാമിന്റെ ഒക്കെ തലേന്ന് ഇഞ്ച് പേഴ്സണൽ DM-ൽ ഏകദേശം ഒരു 500 കുട്ടികളൊക്കെ പേഴ്സണൽ മെസ്സേജ് അയക്കാറാണ്. ആലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെയും മീൻസ് സഫറിങ് ഫ്രം സക്സസ് എന്നുള്ള ഒരു സാധനയാണ്. ചെറിയൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോഴും ഞാൻ പറയണത്, കാരണം നമ്മളത് കുറെ കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല, എപ്പോഴും എത്താനുണ്ട്. പക്ഷെ വി ഡിസേർവ് ബെറ്റർ. കുറച്ചും കൂടി കുട്ടികളിലേക്ക് എത്തണം എന്നുണ്ട്, അത് എത്തും ഇൻഷാല്ലാ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പോ ഒരു മാസമായിട്ട് ഉറക്കം കൂടി ഇല്ല. നമ്മൾ ചിലപ്പോ ഒരു ഷോർട്സോ അല്ലെങ്കിൽ ഒരു റീൽസോ എഡിറ്റ് ചെയ്ത് ഇട്ടാലേ ചിലപ്പോ കുട്ടികൾ കാണുന്നുണ്ടാവുള്ളൂ, ഒരു സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ ഒരു 3-4 ആൾക്കാരുള്ള ഒരു ടീം മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ ടീം വേറല്ല. ചിലപ്പോൾ ഇഞ്ചിയിലും അനിത് സാറിന്റെയിലും അതേപോലെ തന്നെ ഷാഹിദ് സാറിന്റെയിലും സൈനു സാറിന്റെയിലും അതിൽ മാത്രമേ അക്കൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോ ഒരാൾ പല ലൈവ് നടാ ഇത് ചെയ്തൂടെ എന്നുള്ളൊരു സാധനം വരുന്ന സമയത്ത് ആയിക്കോട്ടെ വീഡിയോ എഡിറ്റ് ചെയ്യാം, നല്ലതാവും. അതേപോലെ തന്നെ മാത്സിന്റെ ഒക്കെ എക്സാം കഴിഞ്ഞ സമയത്ത് നമ്മൾ ഞാൻ പറയണില്ല പ്രഡിക്ഷൻ ആണ്, അതേമാതിരി ഈ ക്വസ്റ്റ്യൻ വരും, ആ ക്വസ്റ്റ്യൻ ഇതന്നെ വരും, അതന്നെ വരും, SLC 2025 ഇത് വരും എന്നൊന്നും ഞാൻ പറയാൻ നിൽക്കണില്ല. ഞാൻ ആകെ പറയുന്ന ഒരു കാര്യം, ഈ കണ്ടന്റ് പഠിച്ചു പോവുക.
ഈ കണ്ടന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻസിനോട് സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ കുറേയധികം നമ്മൾ പറഞ്ഞിരിക്കണം. ഏകദേശം 30 ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 27 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞെടുത്തൊരു സാധനം കുട്ടികളിലേക്ക് എത്തി എന്ന് പറയുന്ന സമയത്ത് അപാരമായിട്ടുള്ള ഒരു ഫീലിംഗ് ആയി. ഒരു തുടങ്ങിയ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അത്രയും വലിയ വലിയ സ്ഥാപനങ്ങള് കൊടുക്കണ അതേപോലത്തെ ക്ലാസ് അതിനെക്കാട്ടിലും ബെറ്റർ ആണെന്ന് ഞാൻ പറയണില്ല. ഒരു കൊടുക്കണ അതേപോലത്തെ ക്ലാസ് അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കാൻ പറ്റുന്ന ക്ലാസ്സസ് നമ്മൾ കൊടുക്കണ്ടല്ലോ. അൽഹംദുലില്ലാ. ഇപ്പോ ഹിന്ദിന്റെ ഒക്കെ വീഡിയോ കഴിഞ്ഞ സമയത്ത് മിസ്സിന്റെ ഇൻബോക്സ് എന്ന് നിറഞ്ഞേക്ക് മിസ് തന്നെ പറഞ്ഞു. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞെടുത്ത സാധനം വന്നിരിക്കണം. അന്ന് റസീന മിസ് ഹിന്ദിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം 2 പാർട്ട് ഇട്ടു. മിസ് വീട്ടിൽ വന്നു, നമ്മുടെ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മിസ് നമ്മൾക്ക് എക്സാമിന്റെ അന്ന് തലേന്ന് രാത്രി നമുക്ക് വീട്ടിൽ നിന്ന് മകളെ കൊണ്ട് വീഡിയോ 2 ഷോർട്സ് ഇടാനുള്ള വീഡിയോ 2 മിനിറ്റിന്റെ 3 മിനിറ്റിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തു തന്നു. ഇത് ഇടണം ഷാദില, ഇത് നിർബന്ധമാണ്, ഇത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു 5 6 മാർക്ക് വെറുതെ പോകുന്നുള്ളത് നമ്മളോട് പറഞ്ഞു. ആ സമയത്ത് ആയിക്കോട്ടെ നമുക്ക് ഇടാലോ. ഇട്ടു. ആ കറക്റ്റ് മിസ് പറഞ്ഞ 2 ഷോർട്സ് ഒന്നും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും. അപ്പൊ മിസ്സിന്റെ ആ ഒരു കറക്റ്റ് ആ ഒരു വിഷൻ നോക്കുക. ഈ കുട്ടികളിലേക്ക് ഇത് എത്തിയിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് മിസ് ക്ലാസ്സിൽ പറഞ്ഞതാണെങ്കിൽ പോലും ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് ഷോർട്സ് ആക്കിയിട്ടാ കുറച്ചുകൂടി കുട്ടികളിലേക്ക് എത്തുമല്ലോ, ഒരു പഠിച്ചു പോയിക്കോളൂല്ലോ എന്നുള്ളൊരു ഒരൊറ്റ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മിസ് ഇത് അന്ന് അത്രയും എഫേർട്ട് ഇട്ട് ക്ലാസ് വീഡിയോ എടുത്ത് തന്നു. നമ്മളത് അപ്ലോഡ് ചെയ്തു. അന്ന് തന്നെ പിറ്റേന്ന് ഹിന്ദി വീഡിയോ കഴിഞ്ഞ സമയത്ത് നമുക്ക് ആ ഒരു നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ നിന്ന് വന്ന 2 ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻ അപ്പൊ ടോട്ടൽ ക്വസ്റ്റ്യൻസ് വന്നത് ഐ തിങ്ക് 8 10 ക്വസ്റ്റ്യൻസ് മിനിമം വന്നിക്കണ്. നമ്മൾ പറഞ്ഞ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള കണ്ടന്റുകളിൽ നിന്നും വന്നിരിക്കണം. അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഷോർട്സ് ഇതാ. രണ്ട് ഷോർട്സ് ഇട്ടു, 2 ഷോർട്സും വന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇനിയിപ്പോ ബാക്കിയുള്ളതൊക്കെ വരുന്നുണ്ട്. ഫിസിക്സിന്റെ ലൈവ് എല്ലാ നോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ഇറ്റ്സ് ഗെറ്റിംഗ് ബിഗർ. പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത് നമ്മളെ സ്റ്റുഡൻസിന്റെ ഒരു എന്താ പറയാ, തിരുവനന്തപുരം നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്, എറണാകുളം, പാലക്കാട്, അതേപോലെ തന്നെ ഇപ്പൊ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ കൊണ്ടോട്ടി, തിരൂരങ്ങാടി പോലത്തെ അങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്തു നിന്നൊക്കെ സ്റ്റുഡൻസ് ഉണ്ട്. ഓലൊക്കെ പോലെ ഗ്രൂപ്പുക്കും ഫ്രണ്ട്സുക്കൊക്കെ ഷെയർ ചെയ്യാണ്. നമ്മൾ പറയും കൂടി ചെയ്തത്. ഞാൻ ലിങ്ക് വിട്ടു കൊടുക്കും കുട്ടിയൊക്കെ, ഇത് ഷെയർ ചെയ്യണേട്ട് പറയും. ഓല് പറയും ഞങ്ങളിത് എപ്പോഴോ ഷെയർ ചെയ്തിക്കണ്, ഗ്രൂപ്പിൽ വന്നാൽ ലിങ്ക് എപ്പോഴോ ഷെയർ ചെയ്തിക്കണം. അഥവാ സ്വയമേവ കുട്ടികൾ ചെയ്യും എന്നുള്ള ഒരു സാധനം വന്നു. അൽഹംദുലില്ലാ. ഇതൊക്കെ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ എഫക്റ്റ് ആയിട്ട് കാണുന്നു. ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് നിങ്ങളെല്ലാരും സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങളെല്ലാരും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കൂല. പക്ഷെ നമ്മൾ കുറെ അധികം എഫേർട്ട് ഇട്ടിക്കണം. അതിന്റെ ഒരു സക്സസ് സെലിബ്രേഷനും കൂടിയാണ് ഈ പോണത്. നന്നായി വരട്ടെ. ഏതായാലും ഇനി പ്ലാൻ ചെയ്യണതൊക്കെ കുറച്ച് ബിഗറാണ്. നമ്മള് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളില് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ മാക്സിമം ജോയിൻ ആക്കുന്ന ആൾക്കാർക്ക് ജോയിൻ ആയിക്കോളെ. ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മള് ലൈവ് ക്ലാസ്സസും കാര്യങ്ങളും. ലൈവ് ചിലപ്പോൾ യൂട്യൂബിലൊന്നും ഇടാനുള്ള ഒരു ടെക്നിക്കൽ പരിപാടികൾ നമുക്ക് അതിനെപ്പറ്റി കുറച്ചും കൂടി എക്യുപ്മെന്റ്സ് കിട്ടാനുണ്ട്. നമ്മൾ ചെയ്യുക ചിലപ്പോൾ ഗൂഗിൾ മീറ്റ് ത്രൂ ആ വാട്സപ്പിൽ ലിങ്ക് ഇട്ട് നമ്മൾ ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെ വെച്ച് ദിവസവും അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്കോ ത്രൈസ് ഇൻ എ വീക്കോ ഒക്കെ നമ്മൾ ക്ലാസ്സസ് ഇടും. ഇതാണ് നമ്മുടെ ഒരു പ്രോമിസ്. ഇൻഷാ അല്ലാഹ് അത് നടത്തണം. ഏതായാലും ഇപ്പൊ ഇന്ന് തന്നെ ആണെങ്കിലും ഷാഹിദ് സാർ ആണെങ്കിലും അതേപോലെ തന്നെ അനിൽ സാർ ആണെങ്കിലും ടൈമൊക്കെ അപ്പോൾ അനിൽ സാർ ആണെങ്കിലൊക്കെ ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല. രാത്രി 6 മണി മുതൽ 1 മണി വരെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. രാവിലെ 5 മണിക്ക് ട്രിപ്പിന് പോരാൻ നേരത്തും വിളിച്ച സമയത്ത് ഈ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടല്ലേ വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം വന്നു. നമ്മളൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറായിട്ട് ഷാഹിദ് സാറിന്റെ വീട്ടിൽ വെയിറ്റിംഗ് ആയിരുന്നു. കാരണം കുട്ടികൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തെടുത്തേ പോരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോരുന്ന വയ്ക്കുകയാണെങ്കിൽ 2-3 വട്ടം കാർ നിർത്തി കുട്ടികൾക്ക് ഡൗട്ടൊക്കെ ഞാനിതിലേക്ക് ക്ലിപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് 2 ആളും മാറി മാറി നിന്നുണ്ട്. അപ്പോൾ അത്രയും എഫേർട്ട് ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുട്ടികളിലേക്ക് ഇത് എത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ, നമ്മളെ ക്ലാസ്സസ് കുറേ കുട്ടികൾ കാണണം, ഓരോ അഭിപ്രായം പറയണം, ഓരോ കമൻ്റ് ഇടണം. ഇതൊക്കെ തന്നെ നമ്മൾ സന്തോഷമുള്ളൂ. അപ്പോൾ ഏതായാലും എല്ലാവരും അടിപൊളിയാക്കുക. മാത്സ് അഡോൻ്റെ ഒരു ഫാമിലിയാണ്.
ഇറ്റ്സ് നോട്ട് കോപ്പറേറ്റ് അതേപോലത്തെ ഒരു പരിപാടി കമ്പനി അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് എ ഫാമിലി, മാത്സഡോ ഫാമിലി. മാത്സ് മാത്രമല്ല എന്നുള്ളത് അതേ പറയാം, മാത്സ് മാത്രമായിട്ട് തുടങ്ങിയതാണ് ഞാൻ. പക്ഷേ ഭയങ്കരമായിട്ട് എല്ലാവരും ഞങ്ങളൊപ്പം ഉണ്ട് എന്നുള്ള പറഞ്ഞതോടെ ഇത് വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കണം. ഷാഹിദ് സാറിന് എന്താ പറയുള്ളത്? എന്തേലും പറയേ. എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതാൻ മാത്സിടെ ഉപകാരപ്പെട്ടിക്കണമെങ്കിൽ അറിയിക്കുക. സോ ഇൻഷാല്ലാ മോഡൽ എക്സാമിനും അതേപോലെ തന്നെ മറ്റേ SSLC എക്സാമിനൊക്കെ നമ്മൾ മാക്സിമം എല്ലാ ചാപ്റ്ററും 1 by 1 ആയിട്ട് വീഡിയോസ് ഇടും. അതേപോലെ തന്നെ ക്ലാസ്സസ് ഉണ്ടാകും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, നമ്മളെ കൊണ്ട് പറ്റണതിൻ്റെ പരമാവധി മാരത്തൺ ക്ലാസ്സസ് ഉണ്ടാവും. എല്ലാവരും ഒരേപോലെ ഒപ്പം നിൽക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക, പേഴ്സണലായിട്ട് അറിയിക്കാം, നോ പ്രോബ്ലം. സോ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. നിങ്ങൾക്ക് വാട്സപ്പ് മിനിറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ 100 കുട്ടികളെ കിട്ടിയെങ്കിൽ 100 കുട്ടികൾ സ്ഥിരമായിട്ട് കാണാനുണ്ടെങ്കിൽ ഇന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് നിന്ന് ഇന്ന് 4000 5000 കുട്ടികൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് വളർന്നതിൽ അൽഹംദുലില്ലാഹ് 2 മാസം കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിന് ഉണ്ടാകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗ്രോത്ത് ഈ 2 മാസം കൊണ്ട് ഉണ്ടായിക്കണേ. നമുക്ക് ഇനിയും ഇത് കുറേ കുട്ടികളിലേക്ക് എത്തണം. ഇൻഷാ അല്ലാഹ് എത്തും. എല്ലാവരും ഒരേപോലെ നിൽക്കുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരിട്ട് അറിയിക്കുക. താങ്ക് യു. നല്ലൊരു ചായ. പേരെന്താ? ചായ എത്ര? 1 മധുരം മിനിറ്റോ? ഒന്നാ? ഓ നമ്മളെ കുട്ടികൾ വരും. ഒന്നുകൂടി ഒരടി കൂടി. സെറ്റാ. സൂപ്പർ അല്ലേ? ഒരു സൂപ്പറാണ്. സൂപ്പർ ചായ. ചായ. യെസ്, താങ്ക് യു. പേരെന്താ? പെരുമാൾ. വീട് ഇവിടെ തന്നെ? ഞങ്ങള് മറ്റേ പൂക്കോട്ടുംപാടം, നിലമ്പൂർ ഏരിയ, എടക്കര. വരട്ടെ വിളി. എന്താ തിരക്കില്ല? എന്താ തിരക്ക്? കജ്ജോസം കണ്ടത് ടിഷ്യൂരിന്റെ ഡൗട്ടുകൾ ചെയ്തിട്ടില്ല. എഫേർട്ട് പിന്നെ എന്തോ പറയില്ലേ? എന്താ വേറെ പറയാ? എഫേർട്ട് പിന്നെ ഡെഡിക്കേഷൻ. ജിനാൻ സർ ചായ കുടിക്കുന്നു. നീലക്കുയിൽ. ജിനാൻ സർ ചെയ്തത് കണ്ടാൽ ഞെട്ടും. മാത്സിന്റെ പുതിയ വിങ് തുടങ്ങാണ് ജിനാന്റെ നേതൃത്വത്തില്. ബർത്ത്ഡേ വിഷ്. ഡ്രമ്മും കാര്യങ്ങളൊക്കെ. അയ്യോ, അപ്പൊ നാളെ പുതിയ വിങ്. ജിനാന് സൂപ്പറാണ്. ജിനാനൊരു അടിപൊളിയാ. എന്നിട്ട് ഡാൻസ് അത് ഷാഹിദ് കളിക്കും. സ്പൾബറാണ്. ഇന്ന് രാവിലെയോടെയാണ് ഞാൻ വഴിക്കടവ് എയർപോർട്ടിൽ ഇറങ്ങിയത്. വഴിക്കടവ് എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ ഡ്രൈവർ സ്പൾബർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ എത്തി. സ്പൾബറിന്റെ ഡ്രൈവിംഗ് ടോപ്പാണ്. ചോദിച്ചട്ടെ, ഒരമ്മച്ചി പല്ലിച്ച് കണ്ടിട്ട് പെട്ടെന്ന് മരിച്ചു. കാരണം എന്താ പറ? അരുതെന്ന് പറഞ്ഞേ ഞെട്ടിക്കൽ പറയാണ്ട് പറയടാ, എന്തേലും പറയടാ. ഞാൻ പറയട്ടെ, ഉന്മേഷത്തിന്റെ അമ്മുട്ട അണ്ണാക്ക് പൊട്ടി. ഇവര് ശരിക്കും സത്യം പറഞ്ഞ ചിരിച്ചിന്. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി രണ്ടാമത് പറഞ്ഞ പോലെ ചിരിച്ചാത്ത. പക്ഷെ ഇതിന്റെ വണ്ടി ഉണ്ടല്ലോ, സ്പൾബർ.
ഞങ്ങൾ സ്പൾബറിന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഊട്ടിയിലെ മലനിരകളിലൂടെ ഒഴുകുന്ന ടോയ് ട്രെയിൻ. മണ്ടറ എടാ മണ്ടിലല്ല രസം. വീഡിയോ ഓഫ് ആടാ. ഒരു ഓണടിക്കോ? യെസ്. നമ്മൾ ടോള് ഈ പാസ് കൊടുക്കുകയാണ്. ഈ പാസ് ഇത് ഏത് സ്റ്റേറ്റ്? കർണാടക. ഇത് കർണാടക. എന്താ ഈ തമിഴ്നാട് കർണാടക ഏകദേശം ഒരുപോലത്തെ സംഭവം. അപ്പൊ ഊട്ടി കർണാടകയിലാണ്. തമിഴ്നാട്ടിലാണ്. T6 മാത്രം അറിഞ്ഞാ പോരെ, കുറച്ച് ലോക വിവരം. കർണാടകീത കോട്ട അത് ഊട്ടിയിലോട്ടിലേക്ക് തമിഴ്നാട്. അല്ല പറഞ്ഞോ, ഇവിടെ ആരോ ഒരാള് എന്താ നോക്കണേ പറഞ്ഞില്ല. എടാ അവിടെ ആരോ മരിച്ചിക്കണേ. അച്ചടോ പുതിയ തുടങ്ങാണ് ഇൻവെസ്റ്റിഗേഷൻ. എവിടെ 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 കിട്ടിയോ കിട്ടിയോ? അവിടെ മൊത്തം കാണാം. അനക്കാതൊരു പൊസിഷൻ വെച്ചിട്ട് നമുക്ക് വീഡിയോയിൽ കറക്റ്റ് ആഡ് ചെയ്യാം. ഈ നേരത്തെ ആ പൊസിഷൻ എടുത്തോ. ഒന്ന് മുണ്ടാൻ പറ്റുമോ? അടിക്കിറങ്ങി അടിപൊളിയാണ് അല്ലേ? അന്റെ കാല് പിടിച്ചാണോ? പിന്നെ ഞാനോട്ടു കാറ് മൂന്നാമത്തെ വളവിന് നമ്മളില്ല. എങ്ങനാ ഞാൻ തന്നെ വരണ ബസ്സിൽ റെഡിയാക്കി തരണമെങ്കിൽ അടങ്ങി നിന്നോ. നമ്മളിനി നേരെ പോകുന്നത് ബോട്ടിൽ കയറാനാണ്. ഷാഹിദേ ബോട്ടിൽ കയറണ്ടേ? ആ എടുക്കാട്ടോ, ഇപ്പൊ എടുക്കാം. നടക്കണ വീഡിയോ അല്ലേ ഇത്? ബ്ലോഗാ. റെഡിയല്ലേ? അതിന്റെ റെഡിയല്ലേ? ഈ ആവേശമൊക്കെ തുടക്കുമ്പോ മാത്രമേ ഉണ്ടാവുള്ളൂ. ആംഗിള് സീൻ ആംഗിളാ. കൂളിംഗ് ഗ്ലാസ് ഉണ്ടോ? എടാ മസിൽ കേറി കണ്ടല്ലോ, മസിൽ കേറി അട്ടിക്കിട്ടോ. ജിനാനത്തെ ബുള്ളറ്റ് പ്രൂഫ് ഇട്ടോ. പോവാണ് ലക്ഷ്യം. ഓ കുട്ടിയിൽ ആക്സിഡന്റ് സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടു.
എങ്ങട്ടാ പറഞ്ഞേ? ആ അങ്ങട്ട് ഈ പൂ കിട്ടണം. എടാ അതിന്റെ ഉള്ളിലേക്ക് കുത്തി കയറ്റി ആകപ്പാടെ ബോട്ട് കൊടുക്കല്ലേ. ഒറ്റ ഫോൺ പിടിച്ചോട്ടെ. എടാ എന്തിനാ ഇഞ്ഞ മാറ്റി കയറ്റണേ? ഇച്ച് കയറിക്കോട്ടോ ആദ്യം. മനസ്സിലായിട്ടില്ലല്ലേ? ഡ്രൈവിംഗ് സ്കില്ല് വേണം. നടക്കൂ. ഈ പൂവിനാണ് ഇപ്പത്. എവിടെ പൂവ്? അവിടെ ആ പൂവിന്. ഷാഹിദ വേറെ പൂ എടുക്ക. ഷാഹിദ പൂവഞ്ഞ് വേറെ പൂ എടുക്ക. വേറെ പൂ ഇതിലേതാ ആംഗുലാർ മൊമെന്റാ? ഞാൻ കൊടുക്കുന്നത് ആക്ഷൻ. ഇപ്പൊ എന്തൊക്കെയാ പറയണമെന്നുണ്ട്. മനസ്സിലായിട്ടില്ലല്ലേ? ബോട്ട് പിടിച്ച അങ്ങനെ പിടിച്ചിട്ട് കാര്യം ബസ്സിൽ മറ്റേ കമ്പി പൊന്നിടണ്ടല്ലേ. പൂവിനടുത്തെത്തി. ജിനാൻ പൂ പറിക്കാൻ പോകുന്നു. കിട്ടണം. അങ്ങനെ കാട്ടില്ല ചാതിരെ. ഞാൻ ഏതാ ആംഗിൾ എടുക്ക? പറിച്ച് ഓട്ടേറ് പിരാന്ത്. എടാ പൂ ഡ്രോപ്പ് ചെയ്യടാ. ഒന്നൊരു ചവിട്ടേ പറിക്കാൻ പോണോല്ലേ? ഈ സാധനത്തിന്റെ പെടലി കുടുങ്ങൂട്ടോ. നീച്ച് കണ്ടെടുക്ക്. നീച്ച് കണ്ടെടുത്തോ. വെയിറ്റ് ബാലൻസ് ചെയ്യാ. ആ കിട്ടും. അതിലേതൊരു പൂ കൊടുക്കണേ. ഇത് നമ്മുടെ എന്താ ഇവരൊക്കെ കാട്ടണ്ടേ? കാട്ടുപോത്ത് എങ്ങോട്ട് വാണ്? ഊട്ടിയുടെ വിഷ്വൽ ബ്യൂട്ടി. ഇതൊക്കെ മണ്ടലം. ഇത് രസല്ലേ? ടോപ്പ് സ്ഥലം. ഓ സീൻ. ഫുള്ള് ടൗണ്. നല്ല കോടയൊക്കെ ഉള്ള കുഞ്ഞ്. സോ നമ്മൾ തുടങ്ങുകയാണ്. വെൽക്കം ടു അപ്പോൾ വെൽക്കം ടു മാത്സിഡോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ക്രിസ്മസ് എക്സാമിന് നമ്മൾ രാപ്പകലില്ലാതെ നിങ്ങളുടെ ഒപ്പം നിന്നതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റെടുത്തതിനും ഏറ്റുപിടിച്ചതിനും ഈ ക്ലാസ്സസ് ഒക്കെ കണ്ട് നല്ല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്തിയതിനും ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഹൈറ്റിലാണുള്ളത്. ജസ്റ്റ് ഒന്ന് കാട്ടി കൊടുക്കും. ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നത് ഇതിനേക്കാളേറെ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ജേണിയിലാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണത്. നമ്മൾ
പ്രതീക്ഷിച്ചതിനേക്കാൾ അഥവാ തുടങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ 10 ഇരട്ടിയിലേറെ കുട്ടികൾ നമ്മൾ ഇപ്പോൾ ഏറ്റെടുത്തു എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. ഇത് പോരാ, ഇതൊരു 100 ഇരട്ടി 200 ഇരട്ടി 1000 ഇരട്ടിയൊക്കെ ആവട്ടെ. കുറേയധികം കുട്ടികൾ കാണുന്ന ഒരു ചാനലായിട്ട് ഇത് മാറട്ടെ. നമ്മൾ അത്രയും എഫേർട്ട് ഇടുന്നുണ്ട്.